മാളുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ജിത്തു സംശയത്തോട് ചോദിച്ചു. അമ്മയും അച്ഛനും. അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. മാളു ഒറ്റ മകളാണോ? അവൻ വീണ്ടും ചോദിച്ചു. അതെ. അച്ഛനും അമ്മയും ഒക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നോ? അവൻ സംശയത്തോട് ചോദിച്ചു. അമ്മയോട് പറഞ്ഞു, അച്ഛനോട് ഇതുവരെ പറഞ്ഞില്ല. നാദ് അതിന് മറുപടി പറഞ്ഞു. അമ്മയും ആൻറ്റിയും പിന്നെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ? പക്ഷേ അച്ഛന്മാർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, അതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ജിത്തു പറഞ്ഞതും നാദ് തലകുലുക്കി. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ച കാര്യം മാളുവിൻ്റെ അമ്മയ്ക്ക് അറിയുമോ? കാത്തു സംശയത്തോട് ചോദിച്ചു. അറിയാം, മാളു പറഞ്ഞു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാകും അല്ലേ? വാ, നമുക്ക് കഴിക്കാം. ഗ്രേസി അവരെ രണ്ടുപേരെയും ആഹാരം കഴിക്കാനായിട്ട് വിളിച്ചു. അത് കുഴപ്പമില്ല ആൻറ്റി, നിങ്ങൾ കഴിക്കുമ്പോൾ കഴിച്ചോളാം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ കഴിക്കണ്ട. കാത്തു അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. എക്സാമിന് കയറുന്നതിന് മുമ്പ് കഴിച്ചതായിരിക്കില്ലേ മോള്? ഗ്രേസി ചോദിച്ചു. അത് സാരമില്ല, വൈകിട്ട് ഇറങ്ങിയപ്പോൾ ജിത്തേട്ടൻ ചായയും പഴംപൊരിയും വാങ്ങിച്ചു തന്നിരുന്നു. അവൾ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അതൊക്കെ കഴിച്ചാൽ എവിടുന്ന് വിശപ്പ് പോകാനാ? മോള് വാ, കഴിക്കാം. അവർ പിന്നെയും സ്നേഹത്തോടെ വിളിച്ചതും അവർക്ക് നിരസിക്കാൻ തോന്നിയില്ല. അവർ എല്ലാവരും കൈ കഴുകിയിട്ട് ടേബിളിനടുത്തേക്ക് വന്നിരുന്നു. നാദ് മാളുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവൾക്ക് ദം ബിരിയാണിയുടെ പൊതി അഴിച്ചു കൊടുത്തു. കഴിക്ക്, അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. എന്താ മാളു? അവൾ നോക്കുന്നത് കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു. നിങ്ങളെല്ലാവരും ഇത് കഴിക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെയാ? എനിക്ക് മാത്രമായിട്ട് വാങ്ങണ്ടായിരുന്നു, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. ജിത്തു മാളുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന് വല്ലാത്ത സ്നേഹവും വാത്സല്യവും ഒക്കെ അവളോട് തോന്നി. അതൊന്നും സാരമില്ല മോളെ, മോള് കഴിക്കുക. ഞങ്ങൾക്കങ്ങനെ ആഗ്രഹം തോന്നിയാൽ ഞങ്ങൾക്ക് നാളെ ആയാലും വാങ്ങി കഴിക്കാമല്ലോ. പക്ഷെ മോൾക്ക് ഇപ്പോൾ തോന്നുന്ന ആഗ്രഹം നാളെ തോന്നണമെന്നില്ല. അതുകൊണ്ട് മോൾ ഞങ്ങളെപ്പറ്റി ഒന്നും ആലോചിക്കാതെ അങ്ങോട്ട് വാരി കഴിക്കുക. ജിത്തു അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. കഴിക്ക്, നാദ് വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. അവൾ ചൂണ്ടുവിരൽ നിവർത്തി വെച്ച് നടുവിരലും തള്ളവിരലും എടുത്തു വെച്ചായിരുന്നു കഴിക്കുന്നത്. അത് കണ്ടതും ജിത്തു അവളെ തന്നെ നോക്കി. അച്ഛൻ ഇങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് എന്നവൻ ഓർത്തു. മോളുടെ അച്ഛൻ എന്താ ജോലി? ജിത്തു സംശയത്തോട് ചോദിച്ചു. അച്ഛൻ ഷോപ്പ് നടത്തുക, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. അവർ ഓരോ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് നാദിനെയും മാളുവിനെയും ഒക്കെ കളിയാക്കിയും ഭക്ഷണം കഴിച്ചു. ആ നേരം അത്രയും ജിത്തുവിൻ്റെ കണ്ണുകൾ മാളുവിനെ തേടിപ്പോയിക്കൊണ്ടിരുന്നു. നാദ് മാളുവിനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ജിത്തുവിനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എന്നാൽ കാത്തുവിൻ്റെ കണ്ണുകൾ ജിത്തുവിലായിരുന്നു. അവൻ എന്താ മാളുവിനെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുന്നത് എന്നവൾക്ക് സംശയം തോന്നി. അവനോടത് ചോദിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. കാരണം അവൻ അങ്ങനെയുള്ള ഒരാണല്ലെന്ന് അവൾക്കറിയാം. തന്നെയല്ലാതെ ഒരു പെൺകുട്ടിയെ പോലും അവൻ നോക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് മാളുവിനെ അവൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിൽ മറ്റൊരു ഭാവവുമില്ല, എന്തോ ഒരു വാത്സല്യം പോലെ. ആഹാരമൊക്കെ കഴിഞ്ഞതും ജിത്തു പുറത്തേക്കിറങ്ങി. അവൻ പുറത്തേക്കിറങ്ങുന്നത് കണ്ട് കാത്തുവും അവൻ്റെ ഒപ്പം ചെന്നു നിന്നു. എന്താ ജിത്തേട്ടാ, എന്താ കാര്യം? എന്താ ഏട്ടൻ്റെ മനസ്സിൽ? അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. ഞാൻ കണ്ടിരുന്നു ജിത്തേട്ട മാളുവിനെ കണ്ണെടുക്കാതെ നോക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? അവൾ സംശയത്തോട് ചോദിച്ചു. അവന് തോന്നിയ കാര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറഞ്ഞു. പക്ഷെ ജിത്തേട്ട, ആ കുട്ടി അങ്ങനെ ഫുഡ് കഴിക്കുന്നവർ വേറെയും കാണില്ലേ? അതൊക്കെ വെച്ച് ഒരാളെ സംശയിക്കാൻ പറ്റുമോ? അവൾ സംശയത്തോട് ചോദിച്ചു. അറിയില്ല കാത്തു, പക്ഷേ അവളെ കണ്ടപ്പോൾ മുതൽ എന്തോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നുക. അവളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ശരിയാണ്. പക്ഷേ അവളെ കണ്ടപ്പോൾ നെഞ്ചു വല്ലാതെ ഇടിക്കുന്നു. അവൾ എൻ്റെ ആരൊക്കെയോ ആണെന്ന് എനിക്ക് തോന്നിപ്പോകുക. അവൻ അവളെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും കാത്തുവിന് വിഷമമായി. ജിത്തേട്ട പെങ്ങളെപ്പറ്റി മാത്രം എപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല കാത്തു, ഞാൻ എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവരാരും എൻ്റെ പെങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് മാളുവിനെ കണ്ടപ്പോൾ എനിക്കത് എങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയില്ല കാത്തു. അതുകൊണ്ടാണ് ഞാൻ അവളുടെ അച്ഛനെ പറ്റി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നത്. അതും ശരിയാ ജിത്തേട്ടാ, നമുക്ക് വേണമെങ്കിൽ ആ ഏട്ടനോടൊന്ന് ചോദിച്ചാലോ? അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. നാദിനോടോ? വേണ്ട കാത്തു, നമ്മളായിട്ടൊന്നും പറയണ്ട. ചിലപ്പോൾ ഇതൊന്നും അറിയില്ലെങ്കിലോ? ചിലർക്ക് പെൺകുട്ടികളുടെ കുടുംബത്തെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരത് ആ പെൺകുട്ടിയുടെ പ്രശ്നമായിട്ടാണ് കാണുന്നത്. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ഒരു കല്യാണാലോചന വരുമ്പോൾ ആ കുട്ടിയെപ്പറ്റി ആയിരിക്കില്ല അവർ കൂടുതൽ അന്വേഷിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, കുടുംബക്കാരെങ്ങനെയാണ്, ഇതാണ് എല്ലാവരും കൂടുതൽ അന്വേഷിക്കുന്നത്. അതിൽ അച്ഛൻ കുറച്ച് വെള്ളം അടിക്കുന്നവനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നടക്കുന്ന അമ്മയോ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ തന്നെ അവർ വേണ്ടെന്ന് വയ്ക്കും. അവരെങ്ങനെ ചെയ്യുന്നതിന് ആ കുട്ടി എന്ത് പിഴച്ചു? അത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ്. ഒരു ചെക്കൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ കുടിക്കുമെന്ന് കരുതി അവനും കുടിക്കുമെന്ന് കരുതുന്നവരാണ് നമ്മുടെ നാട്ടുകാർ. എങ്കിൽ അവൻ അങ്ങനെ ഒരു സ്വഭാവം പോലും കാണില്ല. അതുപോലെയാണ് ഇവിടെ. മാളുവിൻ്റെ അമ്മയെപ്പറ്റി നമുക്കറിയില്ല. ഇനി സപ്പോസ് മാളുവിൻ്റെ അമ്മ അങ്ങനെയാണെങ്കിൽ, അതായത് എൻ്റെ അമ്മയാണെങ്കിൽ,
നമ്മളത് ഇവരോട് പറയുമ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യുമോ? ഇപ്പോൾ ഇവളോട് സ്നേഹം കാണിക്കുന്ന ഈ ആൻറ്റി അവളെ മറ്റൊരു കണ്ണോട് കൂടിയല്ലേ കാണുള്ളൂ. തന്നെയുമല്ല, വിവാഹത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയതല്ലേ ഇവൾ. അപ്പോൾ അവളെയും അങ്ങനെയല്ലേ അവർ ചിന്തിക്കൂ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാ ജിത്തേട്ടാ? ഏട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് തീർത്തിട്ട് പോകുന്നതല്ലേ അതിൻ്റെ ശരി. പിന്നെ ആ ഏട്ടൻ ആ കുട്ടിയെ ജീവനാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു എന്ന് കരുതി ആ ഏട്ടൻ അവളെ വേണ്ടെന്ന് വെക്കുമോ? ആ ഏട്ടൻ്റെ കുഞ്ഞല്ലേ. കാത്തു, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഒരാളെ കുരുതി കൊടുക്കരുത്. ശരിയാ, എനിക്കെൻ്റെ പെങ്ങളെ വേണം, ഞാൻ അവളെ പറ്റിയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ എന്ന് കരുതി എനിക്കറിയില്ല കാത്തു എന്ത് ചെയ്യണമെന്ന്. നോക്കാം. ഇവൾ എൻ്റെ പെങ്ങളാണെങ്കിൽ ഇവൾ എൻ്റെ അടുത്ത് തന്നെ എത്തും. സത്യങ്ങളെല്ലാം തെളിയും, എനിക്ക് ഉറപ്പുണ്ട്. അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും കാത്തു അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? വാ കിടക്കാം. രാവിലെ ഇറങ്ങിയതല്ലേ അവിടുന്ന്, ക്ഷീണം കാണും. നാഥ് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ നോക്കി പറഞ്ഞു. ഞങ്ങൾ ഹാളിൽ എവിടെയെങ്കിലും കിടന്നോളാം, ജിത്തു അവനോട് പറഞ്ഞു. എന്തിന്? അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നീ എൻ്റെ ഒപ്പം പോരെ. കാത്തു മാളുവിൻ്റെ കൂടെ കിടക്കില്ലേ? സിറിലിൻ്റെ റൂമിൽ ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലമേ ബെഡിലുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ കൂടെ കിടക്കാമായിരുന്നു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് സാരമില്ലടാ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കിടന്നോ. ഞാൻ ഇവിടെ ഹാളിൽ എവിടെയെങ്കിലും കിടന്നോളാം. അതൊന്നും സാരമില്ല, നീ തൽക്കാലം എൻ്റെ കൂടെ കിടന്നാൽ മതി. മോള് മാളുവിൻ്റെ മുറിയിലേക്ക് പോയിക്കോ. മാളു, കാത്തുവിനെ വിളിച്ചുകൊണ്ട് പോയി കിടന്നോ. അവൻ പറഞ്ഞതും മാളു തലയാട്ടി. കാത്തു അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ കാത്തുവിനെയും കൊണ്ട് മുറിയിലേക്ക് പോയി. സിറിൽ അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് പോയതും നാദും അവനും കൂടി അവരുടെ മുറിയിലേക്കും നടന്നു. നീ വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ എൻ്റെ മുണ്ടും ഷർട്ടും ഒരെണ്ണം എടുത്ത് തരാം, നാദ് അവനെ നോക്കി പറഞ്ഞു. അത് ശരിയാ, ഒന്ന് കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, രാവിലെ ഇറങ്ങിയതല്ലേ, ജിത്തുവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാദ് അലമാരിയിൽ നിന്നും അവൻ്റെ ഒരു മുണ്ടും ഷർട്ടും എടുത്ത് ജിത്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ജിത്തു അവൻ്റെ ഷർട്ട് ശരീരത്തിൽ നിന്ന് മാറ്റി, പിന്നെ കയ്യിൽ കിടന്ന വാച്ച് മാറ്റി ടേബിളിലേക്ക് വെക്കാൻ തുടങ്ങിയതും നാദിൻ്റെ കണ്ണുകൾ അവൻ്റെ പുറത്തേക്ക് ചെന്നു. ജിത്തുവിൻ്റെ പുറത്ത് ഒരു സൈഡിലായിട്ട് കറുത്ത വലിയ ഒരു മറുകുണ്ടായിരുന്നു. അത് കണ്ടതും നാദ് സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. ജിത്തു, അവൻ വിളിച്ചതും ജിത്തു തിരിഞ്ഞു നോക്കി. അത് ഇത് മറുകാണോ? നാദ് അവൻ്റെ പുറത്തേക്ക് ചൂണ്ടി സംശയത്തോടെ ചോദിച്ചു. അതേ നാഥ്, അച്ഛനുണ്ട് ഈ മറുക്, അതുകൊണ്ട് എനിക്കും കിട്ടി. ഒരു വെറൈറ്റി ഉണ്ടല്ലേ, ഇത്രയും വലിയ മറുക് നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഞാൻ എവിടെയോ എവിടെയാണെന്ന് എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഈ മറുക് വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. സെയിം ഇതുപോലെ തന്നെ, ഇതേ സ്ഥാനത്ത്. അവൻ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് എൻ്റെ അച്ഛനും എനിക്ക് മാത്രമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. ജിത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും നാദ് പുഞ്ചിരിച്ചു. അവൻ ബാത്റൂമിലേക്ക് കയറിയതും നാദിൻ്റെ മനസ്സിൽ താനിത് എവിടെയാണ് കണ്ടത് എന്നത് ഒരു സംശയമായി നിലനിന്നിരുന്നു. മാളു, ഞാൻ താഴെ കിടന്നോളാം, മാളു ബെഡിൽ കിടന്നോ. കാത്തു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തിനാ? മാളു സംശയത്തോട് ചോദിച്ചു. അല്ല, മാളു പ്രഗ്നൻ്റ് അല്ലേ, ഇനി ഞാനെങ്ങാണം ഉറക്കത്തിൽ ചവിട്ടുകയോ മറ്റുകയോ ചെയ്താലോ? കാത്തു ചിരിയോടെ അവളോട് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. കാത്തു കട്ടിലിൽ തന്നെ കിടന്നു. മാളുവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാത്തു കട്ടിലിലേക്ക് കിടന്നതും മാളു അവളുടെ അടുത്തേക്ക് കിടന്നു. ഒരു തലേണ എടുത്ത് നടുക്കോട്ട് വെച്ചോ, അബദ്ധത്തിനെങ്ങാനും കാലുകൊണ്ടാലോ, എനിക്ക് പേടിയാ. കാത്തു പറഞ്ഞതും മാളു ഒരു തലേണ എടുത്ത് നടുവിലേക്ക് വെച്ചു. എനിക്ക് മാളുവിൻ്റെ ലവ് സ്റ്റോറി ഒന്ന് പറഞ്ഞു തരാവോ? ചുമ്മാ കേട്ടിരിക്കാലോ, ഉറക്കം വരുന്നത് വരെ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മാളു ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവളോട് നാദിനെ കണ്ടതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ടാണല്ലേ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞത്? കാത്തു സംശയത്തോട് ചോദിച്ചതും മാളു ആണെന്നുള്ള രീതിയിൽ തലയാട്ടി. ചേട്ടന് മാളുവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കണ്ടായിരുന്നു കഴിക്കാൻ നേരം പൊതി അഴിച്ചു തരുന്നതും പിന്നെ കഴിക്കുമ്പോൾ മാളുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ. കാത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചായൻ സ്നേഹിക്കുന്നത് പോലെ അത്രയും ഞാൻ പോലും ഇച്ചായനെ സ്നേഹിച്ചിട്ടില്ല. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും മാളു പറയണ്ട. അങ്ങനെ ചേട്ടനെ മാളു സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ചേട്ടൻ മാളുവിൻ്റെ ദേഹത്ത് തൊടാൻ സമ്മതിക്കില്ലായിരുന്നു. കാത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഇച്ചായനെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ ഇച്ചായൻ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. മാളു, രണ്ട് മൈൻഡാണ് തനിക്ക്. ഒന്ന്, തനിക്ക് ആ ചേട്ടനെ വേണം. ആ ചേട്ടനെ അല്ലാതെ വേറെ ആരെയും മാളുവിന് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മറുവശത്ത് ഇതൊക്കെ വീട്ടിലറിഞ്ഞാൽ എങ്ങനെയാവും അവർ പ്രതികരിക്കുക എന്ന് മാളുവിന് പേടി. ഇപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് മാളു വിവാഹത്തിന് സമ്മതിച്ചത്. അമ്മയും അച്ഛനും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ? കാത്തു സംശയത്തോട് ചോദിച്ചു. അറിയില്ല, പക്ഷേ എനിക്ക് എല്ലാവരെയും വേണം. ആരെയും വെറുപ്പിക്കാൻ എനിക്കറിയില്ല, അവൾ വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല, ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ, ഇനി പതിയെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ പോരെ. കാത്തു പറഞ്ഞതും മാളു തലയാട്ടി.
മാളുവിന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോ കേട്ടോ. ഞാനിങ്ങനെയാണ്. ജിത്തേട്ടൻ എപ്പോഴും പറയും ഞാനൊരു വായാടിയാണെന്ന്. ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മാളുവും ചിരിച്ചു. അല്ല, ജിത്തേട്ടനായിട്ട് കാത്തു എങ്ങനെയാണ് പരിചയപ്പെട്ടത്? മാളു സംശയത്തോട് ചോദിച്ചു. അതെങ്ങനെയാണെന്നറിയോ? ജിത്തേട്ടൻ്റെ അച്ഛനും കൂടി ജിത്തേട്ടനൊരു 6 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നത്. ജിത്തേട്ടൻ്റെ അമ്മ ജിത്തേട്ടന് 6 വയസ്സും പെങ്ങൾക്ക് 1 വയസ്സും ഉള്ളപ്പോൾ വേറെ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ജിത്തേട്ടനെയും ജിത്തേട്ടൻ്റെ പെങ്ങളെയും അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. മാളുവിന് എന്തെങ്കിലും അറിയാമെങ്കിൽ മാളുവിൻ്റെ വായിൽ നിന്നും കേൾക്കട്ടെ എന്ന് കരുതി കാത്തു ജിത്തുവിൻ്റെ കഥ പറയാൻ തുടങ്ങി. എന്നിട്ട് മാളു സംശയത്തോടെ ചോദിച്ചു. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജിത്തേട്ടൻ്റെ അമ്മ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ അവർക്ക് കൊടുക്കണമെന്ന്. ഏട്ടൻ്റെ അച്ഛൻ സമ്മതിക്കുമോ? 1 വയസ്സുള്ള കുഞ്ഞിനെ വരെ മറന്നിട്ടല്ലേ മറ്റൊരുത്തൻ്റെ കൂടെ അവർ പോയത്. ജിത്തേട്ടൻ്റെ അച്ഛന് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഇഷ്ടവും ആത്മാർത്ഥതയും ഒന്നും അവർ തിരികെ കാണിച്ചില്ല. അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. എന്നിട്ട് ആ മക്കളെ അച്ഛൻ അവർക്ക് കൊടുത്തോ? മാളു സംശയത്തോട് ചോദിച്ചു. ഇല്ല, ഏട്ടൻ്റെ അച്ഛൻ പറഞ്ഞു ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ വിട്ടു നൽകില്ല എന്ന്. ഇനിയും വിശ്വസിച്ച് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുക്കുന്നത്? അവർക്ക് അതൊരു വാശിയായി. അവരെങ്ങനെയും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ. അച്ഛൻ എന്തു വന്നാലും നേരിടുമെന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. അങ്ങനെ അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. കേസ് കോടതിയിലെത്തി. പാലുകൂടി മാറാത്തൊരു കുഞ്ഞിനെ എങ്ങനെ നോക്കുമെന്ന് ജഡ്ജ് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ അതിന് മറുപടിയില്ലായിരുന്നു. പിന്നെ ജിത്തേട്ടൻ്റെ അമ്മ ചെയ്ത തെറ്റും അവൾ പെൺകുട്ടി ആയതുകൊണ്ടും ആ കുഞ്ഞിൻ്റെ വയസ്സുമോർത്ത് അവർ ഒരു തീരുമാനത്തിലെത്തി. ജിത്തേട്ടൻ്റെ അച്ഛൻ്റെ കൂടെ വിടാനും ആ കുഞ്ഞിന് 18 വയസ്സാകുന്നത് വരെ അമ്മയോടൊപ്പം വിടാനും കോടതി പറഞ്ഞു. ആ കുഞ്ഞിന് 18 വയസ്സ് കഴിയുമ്പോൾ എന്നെങ്കിലും ആ കുട്ടി സത്യം അറിയുമെങ്കിൽ ആ കുട്ടിക്ക് തീരുമാനിക്കാം പിന്നെ ആരോടൊപ്പം പോകണമെന്ന്. ആ കുട്ടിയുടെ തീരുമാനത്തിനെതിരായിട്ട് പറയാൻ ആർക്കും കഴിയില്ല. അതായിരുന്നു ജഡ്ജിൻ്റെ തീരുമാനം. എന്നിട്ട് മാളു സംശയത്തോടെ അവളോട് ചോദിച്ചു. അങ്ങനെ ജിത്തേട്ടനും അച്ഛനും ആ നാട് വിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. അവിടെ 2 സെൻറ്റ് സ്ഥലം വാങ്ങി വീടും വെച്ചു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത്. അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദമാണ് ഞങ്ങളുടെ വീടും ജിത്തേട്ടൻ്റെ വീടുമായിട്ട്. ഒരു കുടുംബം പോലെ ഞങ്ങൾ താമസിച്ചു. ഞാനും ജിത്തേട്ടനും എൻ്റെ അനിയനും ആയിട്ട് ഭയങ്കര കൂട്ടായി. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നു. ഞങ്ങൾക്കിടയിലെ ആ സൗഹൃദം എപ്പോഴോ പ്രണയമായി മാറി. ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിലും ഞങ്ങളത് തുറന്നു പറഞ്ഞില്ല. പിന്നെ ഏട്ടന് ജോലി കിട്ടിയപ്പോൾ ജിത്തേട്ടൻ എന്നോട് പറയുന്നതിന് മുൻപേ എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ജിത്തേട്ടനെ ആ വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയതല്ലേ എൻ്റെ അച്ഛനും അമ്മയും. ജിത്തേട്ടനേക്കാൾ നല്ലൊരാളിനെ എനിക്ക് കണ്ടെത്തിത്തരാൻ പറ്റില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ എന്നെ ജിത്തേട്ടന് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടത്തി. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാതെയായി. 100-ൽ ഒരാൾക്ക് മാത്രം വരുന്ന അസുഖം. അതായിരുന്നു അമ്മയ്ക്ക്. എല്ല് പൊടിയുന്ന തരത്തിലൊരു അസുഖം. ഇപ്പോൾ അമ്മ കിടപ്പാണ്. ഞാൻ അവിടെ ഒരു ഓഫീസിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ PSC എക്സാമും മറ്റുമായിട്ട് പോകും. അച്ഛന് പിന്നെ കടയിൽ പോകേണ്ടത് കൊണ്ടും അവന് ക്ലാസ്സിൽ പോകേണ്ടത് കൊണ്ടും ഏട്ടനാണ് എന്നെ എക്സാമിനൊക്കെ കൊണ്ടുപോകുന്നത്. ഏട്ടൻ അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുക. എന്നെ കൊണ്ടുപോകുന്ന ദിവസമെല്ലാം ലീവ് എടുക്കും. അതുകൊണ്ട് അവിടെ ലീവ് പറയുമ്പോൾ സാറ് തന്നെ ചോദിക്കും എനിക്ക് എക്സാം ഉണ്ടോ എന്ന്. സാറിന് ജിത്തേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ജിത്തേട്ടൻ എപ്പോൾ ചോദിച്ചാലും ലീവ് കൊടുക്കും. കാര്യമില്ലാതെ ജിത്തേട്ടൻ ലീവ് ചോദിക്കില്ലെന്ന് സാറിനറിയാം. ജിത്തേട്ടൻ്റെ അച്ഛൻ എന്താ ജോലി? മാളു സംശയത്തോടെ ചോദിച്ചു. ഏട്ടൻ്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു. പക്ഷേ ജിത്തേട്ടന് ജോലി കിട്ടിയതിന് ശേഷം അച്ഛനെ ഏട്ടൻ പണിക്ക് വിട്ടിട്ടില്ല. കുറച്ചുനാൾ മുമ്പ് അച്ഛന് വയറിലൊരു വേദന തോന്നി. അങ്ങനെ കൊണ്ടുചെന്ന് നോക്കിയപ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് നടക്കുകയാണ്. അപ്പോൾ ജിത്തേട്ടൻ ആ അമ്മയും പെങ്ങളെയും പിന്നെ കണ്ടിട്ടില്ലേ? മാളു സംശയത്തോട് ചോദിച്ചു. അത് കേട്ടതും അവൾക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ലെന്ന് കാത്തുവിന് മനസ്സിലായി. അവർ ഉദ്ദേശിക്കുന്ന ആൾ മാളു അല്ലെന്ന് കാത്തുവിന് തോന്നി. ഇല്ല, ജിത്തേട്ടൻ ഇപ്പോഴും ആ പെങ്ങളെപ്പറ്റി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അമ്മയോട് ജിത്തേട്ടന് ദേഷ്യമാണ്, വെറുപ്പാണ് അവരോട്. അവരുടെ കാര്യം പറയുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷേ പെങ്ങളെ കണ്ടെത്തുമെന്നും പെങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നും ജിത്തേട്ടൻ ആഗ്രഹമുണ്ട്. അതിനേക്കാളൊക്കെ ഏട്ടൻ ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ മുൻപിൽ അവളെ കൊണ്ടു നിർത്താനാണ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസത്തേക്ക് ആ കുട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ടു നിർത്തണമെന്ന് ഏട്ടന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതെന്താ ഒരു ദിവസത്തേക്ക്? ഈ കാര്യങ്ങളൊക്കെ ആ കുട്ടിയോട് തുറന്നു പറഞ്ഞാൽ ആ കുട്ടി അവരോടൊപ്പം വരില്ലേ? അച്ഛനെയും ഏട്ടനെയും അവളിൽ നിന്ന് അകറ്റിയ ആ അമ്മയോടൊപ്പം ഏത് പെൺകുട്ടിയാണ് നിൽക്കുന്നത്? മാളു സംശയത്തോട് ചോദിച്ചു. മാളു പറഞ്ഞു ശരിയാ, പക്ഷേ ചിലപ്പോൾ മറിച്ചും സംഭവിച്ചാലോ? നമുക്കറിയില്ലല്ലോ മറ്റൊരാളുടെ മനസ്സ്. അത് ശരിയാണ്. എന്നാലും സ്വന്തം അച്ഛൻ്റെ അടുത്ത് നിന്ന് അവളെ മാറ്റി നിർത്തിയതിന് അവൾക്ക് എന്തായാലും ആ അമ്മയോട് ദേഷ്യം കാണില്ലേ? അതും ഇങ്ങനെയൊരു കാര്യം വെച്ചിട്ട്. ചിലപ്പോൾ ആ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ അവൾ സന്തോഷത്തിലാണെങ്കിലോ? പെട്ടെന്നൊരു ദിവസം വരുന്ന കൂടപ്പിറപ്പിനെയും അച്ഛനെയും അവൾ അംഗീകരിക്കുമോ? കാത്തു സംശയത്തോട് ചോദിച്ചു. അതും ശരിയാ.
പാവമല്ലേ, ജിത്തേട്ടൻ്റെ പെങ്ങളെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. മാളു ചിരിച്ചുകൊണ്ട് കാത്തുവിൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞതും കാത്തു ഒന്ന് ചിരിച്ചു. അവർ പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് എപ്പോഴോ ഉറങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ഗ്രേസി അവരെ രണ്ടുപേരെയും വിട്ടത്. അവർ രണ്ടുപേരും അവരോട് യാത്ര പറഞ്ഞു. അവർ പരസ്പരം നമ്പറൊക്കെ വാങ്ങിവെച്ചു. ഇടയ്ക്ക് വരണമെന്ന് നാഥ് അവരെ ഓർമ്മിപ്പിച്ചു. അവരും അങ്ങോട്ടേക്ക് എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയിട്ട് വരാമെന്ന് നാഥ് അവരോട് പറഞ്ഞു. അപ്പോഴും നാഥിൻ്റെ മനസ്സിൽ ജിത്തുവിൻ്റെ അമർഗും ജിത്തുവിൻ്റെ മനസ്സിൽ മാളുവും ഒരു ചോദ്യചിഹ്നമായി നിന്നു. കാത്തു, നീ മാളുവിനോട് സംസാരിച്ചായിരുന്നോ? പോകുന്ന വഴിയിൽ ജിത്തു സംശയത്തോട് ചോദിച്ചു. സംസാരിച്ചു ജിത്തേട്ടാ, പക്ഷെ ആ കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൾ സംശയത്തോടെ അവനോട് പറഞ്ഞു. നീ അവളോട് അവളുടെ അമ്മയുടെ അച്ഛൻ്റെയും പേരൊന്ന് ചോദിക്കാഞ്ഞതെന്താ? അവൻ പറഞ്ഞതും അവൾ തലയിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയേട്ടാ. അത് ചോദിച്ചാൽ മതിയായിരുന്നു അല്ലേ? അവൾ നഖം കടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അമ്മയുടെ പേര് സെയിം ആണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു അല്ലേ? ഞാൻ അത്രയും ചിന്തിച്ചില്ല ഏട്ടാ, അവൾ വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല, ഞാനും ഇപ്പോഴാണ് ഓർത്തത്. ഞാൻ അവൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, പതിയെ അവനോട് ചോദിക്കാം മാളുവിൻ്റെ അമ്മയുടെ പേര്. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. മാളു. അവളുടെ മുറിയിലേക്ക് കയറിപ്പോകാൻ നിന്ന അവളെ അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ തിരിഞ്ഞു നോക്കി. ഇന്നു മുതൽ നീ എൻ്റെ കൂടെ കിടന്നാൽ മതി കേട്ടോ, അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിന്നെ ഞാൻ വിവാഹം കഴിച്ചില്ലേ? അപ്പോൾ നീ എൻ്റെ ഭാര്യയല്ലേ? നീ എൻ്റെ കൂടെയല്ലേ കിടക്കേണ്ടത്? പിന്നെ ഇന്നലെ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. വരണേ, അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവൻ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. നാഥ് ബാൽക്കണിയിലേക്ക് ചെന്നു. കൈകൾ രണ്ടും റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നോക്കി നിന്നു. ജിത്തുവിൻ്റെ പുറത്ത് കണ്ട ആ മറുകിനെപ്പറ്റി മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. അത് അവിടെയല്ലാതെ താൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നവൻ ഓർത്തു. അവൻ കുറച്ചു നേരം കണ്ണടച്ച് നിന്നുകൊണ്ട് ആലോചിച്ചു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും ആ മറുക് മറ്റാർക്കാണ് കണ്ടത് എന്ന് അവനൊരു ഓർമ്മയും കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴേക്കും ഗ്രേസി അവരെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അവൻ മാളുവിനെയും കൂട്ടി താഴേക്ക് നടന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും നാഥിൻ്റെ ചിന്ത മുഴുവൻ ആ മറുകിനെ പറ്റിയായിരുന്നു. നാഥ്, മറ്റെന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അവനെ നോക്കി സിറിൽ സംശയത്തോടെ വിളിച്ചു. നീ എന്താ ഇത്ര ആലോചിച്ചു കൂട്ടുന്നത്? സിറിൽ സംശയത്തോട് ചോദിച്ചു. എടാ, അതെന്താണെന്നറിയോ? ഇന്നലെ ജിത്തു എൻ്റെ കൂടെയല്ലേ കിടന്നത്? ജിത്തുവിൻ്റെ പുറത്തായിട്ട് വലിയൊരു കറുത്ത മറുകുണ്ട്. പക്ഷേ ആ മറുക് ജിത്തുവിൻ്റെ ദേഹത്ത് കാണുന്നതിന് മുൻപേ ഞാൻ മറ്റാരുടെയോ ശരീരത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതാരുടെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. നിന്റെ ദേഹത്തൊന്നും അല്ലല്ലോ അല്ലേ? നാഥ് സംശയത്തോട് ചോദിച്ചു. ബെസ്റ്റ്, എൻ്റെ ദേഹത്ത് പേരിന് പോലും ഒരു മറുകില്ലടാ. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് SSLC ബുക്കിൽ കാണിക്കാൻ കാണുന്നിടത്ത് ഒരു മറുക് വേണ്ടേ? അതിനു വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ മുഖവും കൈയും കാലും അത്രയും പരിശോധിച്ചതാ, ഒരു മറുക് കാണിക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഈ ചുണ്ടിൽ കാണുന്ന കൊച്ചു മറുക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത ഞാൻ SSLC ബുക്കിനകത്ത് എഴുതിയത്. സിറിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും ചിരിച്ചു. അല്ല, ഇത്ര സിമ്പിൾ കാര്യത്തിന് നീ എന്തിനാ തല പുകയ്ക്കുന്നത്? ഗ്രേസി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാലും മമ്മി, ഒരു ഓർമ്മ കിട്ടണ്ടേ? നാഥ് ചിരിയോടെ പറഞ്ഞു. ചുമ്മാ അതൊക്കെ ആലോചിച്ചിരിക്കാതെ ആഹാരം എടുത്ത് കഴിച്ചേ, ഗ്രേസി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. ഫുഡൊക്കെ കഴിഞ്ഞ് നാഥും മാളുവും മുറിയിലേക്ക് പോയി. അവർ പോകുന്നത് കണ്ട് ഗ്രേസി ചിരിയോടെ സിറിലിനെ നോക്കി. അവർ തമ്മിൽ നല്ല ചേർച്ചയാ അല്ലേ മോനെ? അവർ ചിരിച്ചുകൊണ്ട് സിറിലിനോട് ചോദിച്ചു. അതേ ആൻറ്റി, അവന് ജീവനാണ് അവളെ. എങ്ങനെയെങ്കിലും സത്യങ്ങളൊക്കെ മാളുവിനെ അറിയിക്കണം. അവളുടെ അച്ഛൻ എന്ന മായാലോകത്തു നിന്നും അവളെ രക്ഷിക്കണം. അവളുടെ യഥാർത്ഥ അച്ഛനെയും ഏട്ടനെയും നമുക്ക് കണ്ടുപിടിക്കണം, സിറിൽ പറഞ്ഞു. പക്ഷെ എങ്ങനെയാ മോനെ അവരെ കണ്ടുപിടിക്കേണ്ടത്? രേഖ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ മറ്റേതോ നാട്ടിലാണ്. ഇനിയിപ്പോൾ വിദേശത്താണോ എന്ന് പോലും അറിയില്ല, അവർ പറഞ്ഞു. സാരമില്ല ആൻറ്റി, നാഥ് പറയുന്നത് പോലെ ഭൂമി ഉരുണ്ടതല്ലേ, പിന്നെ എന്നായാലും ചോരയെ തിരിച്ചറിയാമല്ലോ, നമുക്ക് നോക്കാം, അവൻ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. നാഥ് മാളുവിനെയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു. കതകടച്ച് ലോക്ക് ചെയ്തിട്ട് അവൻ കട്ടിലിലേക്കിരുന്നു. ഇച്ചായ, അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്താടാ, എന്തേലും വയ്യായ്ക വല്ലതും ഉണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതല്ല, എനിക്ക് വേറെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മാളു? അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു. താഴെ വെച്ചിട്ട് ജിത്തു ചേട്ടൻ്റെ പുറത്ത് ഇച്ചായനൊരു മറുകുണ്ടെന്നും അത് വേറെ ആർക്കോ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞില്ലേ? അത് എനിക്കും ഒരു മറുകുണ്ട് പുറത്ത്, അതാണോ? അവൾ മുഖം കുനിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. സത്യമാണോ നീ പറയുന്നത്? നിനക്ക് അങ്ങനെ ഒരു മറുകുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു മറുക് മറ്റാർക്കോ കണ്ടെന്ന് നല്ലതുപോലെ ഓർമ്മയുണ്ടായിരുന്നു മാളു, പക്ഷേ അത് നിനക്കാണെന്ന് മാത്രം ഞാൻ ഓർത്തില്ല, അവൻ പറഞ്ഞു.
എൻ്റെ പുറത്ത് ഒരു കറുത്ത വലിയ മറുകുണ്ട്. അത് ഭാഗ്യമറുകാണെന്ന് അമ്മ എപ്പോഴും പറയാറുമുണ്ട്. അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു. അതാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ആ മറുക് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ എവിടെയാണെന്ന് ഞാനത് ഓർക്കുന്നില്ലായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളും പുഞ്ചിരിച്ചു. എന്നെ ഒന്ന് കാണിക്കുമോ ആ മറുക്? അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. പ്ലീസ് മാളു, എന്നെ ഒന്ന് കാണിക്കുമോ? എനിക്ക് ശരിക്കും അത് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് അവൻ ദയനീയമായി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ ഇട്ടിരുന്ന ബനിയൻ കുറച്ചു പൊക്കി. അവളുടെ വെളുത്ത ശരീരത്തിൽ ആ കറുത്ത വലിയ മറുക് പുറത്തായിട്ട് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ അതിൽ കൂടി ഒന്ന് വിരലോടിച്ചുകൊണ്ട് അവളെ നോക്കി. ഈ മറുക് വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അമ്മയ്ക്കോ അച്ഛനോ അങ്ങനെ ആർക്കെങ്കിലും? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല, വേറെ ആർക്കും ഈ മറുകില്ല. അവൾ പറഞ്ഞതും അവനൊന്ന് മൂളി. അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. മാളുവിൻ്റെ കാര്യങ്ങൾ അവന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടും പിന്നെ ജിത്തു പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവൻ അമ്മയില്ലെന്നാണ് തന്നോട് പറഞ്ഞിരിക്കുന്നതെന്നും നാദോർത്തു. നീ കിടന്നോ, ഞാൻ ജിത്തുവിനെ ഒന്ന് വിളിച്ചിട്ട് വരാം. അവൻ ചെന്നു എന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. പക്ഷേ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ ജിത്തുവിനെ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ജിത്തു ഫോൺ എടുത്തതും നാദ് വിളിച്ചു. നാദ്, എന്താടാ, എന്തു പറ്റി? അവൻ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചതാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? നാദ് സംശയത്തോടെ അവനോട് ചോദിച്ചു. ആനടാ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ വന്നിട്ട് ഒന്ന് കിടന്നുറങ്ങി. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതാ പിന്നെ വിളിക്കാഞ്ഞത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് സാരമില്ല. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. കീമ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ജിത്തു പറഞ്ഞു. എടാ, നിന്റെ അമ്മ മരിച്ചു പോയതാണോ? ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഇവിടെ വെച്ച് ഒന്നും ചോദിക്കാഞ്ഞത്. നാദ് സംശയത്തോടെ അവനോട് ചോദിച്ചു. അല്ലടാ, അമ്മ മരിച്ചു പോയിട്ടില്ല. അത് പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് നാദ്. അവരിപ്പോഴും മറ്റൊരാളുടെ കൂടെ എവിടെയോ താമസിക്കുകയാണ്. അതും പറഞ്ഞ് ജിത്തു കുറച്ചൊക്കെ കാര്യങ്ങൾ നാദിനോട് പറഞ്ഞു. പെങ്ങളുണ്ടെന്ന് പറഞ്ഞെങ്കിലും മാളുവിലുള്ള അവൻ്റെ സംശയം അവൻ പറഞ്ഞില്ല. അത് കേട്ടതും നാദിന് എന്തൊക്കെയോ സംശയം തോന്നി. ഇപ്പോൾ അവനോട് പറഞ്ഞാൽ അവൻ ഇപ്പോൾ തന്നെ അവിടുന്ന് തിരിക്കുമെന്ന് നാദിനറിയാമായിരുന്നു. എങ്കിലും ജിത്തു പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴും മാളുവിൻ്റെ അമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴും എന്തൊക്കെയോ സാമ്യമുള്ളതുപോലെ നാദിന് തോന്നിയിരുന്നു. ജിത്തു, എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് വരാം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നാദ് പറഞ്ഞു. അർജൻറ്റ് എന്തെങ്കിലും ആണോടാ? ജിത്തു സംശയത്തോടെ അവനോട് ചോദിച്ചു. അതെ, കുറച്ച് അർജൻറ്റാണ്. ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് വരാം. നീ ഫ്രീ അല്ലേ? നാളെ മാളുവിൻ്റെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നാളെ ഇറങ്ങാമായിരുന്നു. മറ്റന്നാൾ നീ ഫ്രീ ആയിരിക്കില്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. നീ ഓഫീസിലേക്ക് വന്നാൽ മതി. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ജിത്തു പറഞ്ഞതും നാദ് സമ്മതിച്ചു. മാളു എവിടെ? ജിത്തു സംശയത്തോട് ചോദിച്ചു. അവളോട് ഞാൻ കിടന്നോളാൻ പറഞ്ഞു. ഉറങ്ങിയോ എന്നറിയില്ല, നാദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ നല്ലതുപോലെ നോക്കിക്കോണേടാ, വിഷമിപ്പിക്കരുത് അവളെ. അവൾ വെറും പാവമാണ്. കാത്തു ഇങ്ങോട്ട് വന്നപ്പോൾ അത് തന്നെയായിരുന്നു പറഞ്ഞത്. നിന്നെ അവൾക്ക് ജീവനാ. പക്ഷേ അതുപോലെ അവൾ അവളുടെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് അവൾക്ക്, ജിത്തു പറഞ്ഞു. എനിക്കെല്ലാം അറിയാടാ, ഞാൻ നോക്കിക്കോളാം, നാദ് ചിരിച്ചു. നീ ഒറ്റയ്ക്കേ വരുള്ളോ അതോ മാളുവിനെ? അവളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ജിത്തു ചോദിച്ചു. അവൾക്ക് 3 മാസം നല്ലതുപോലെ കെയർ കൊടുക്കേണ്ട ടൈമാണടാ. അതുകൊണ്ട് യാത്ര പറ്റില്ല. അടുത്തായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്രയും ദൂരെ അവളെ കൊണ്ടുവരുന്നില്ലടാ. ഞാനും സിറിലും പിന്നെ വേറെ ഒരു ഫ്രണ്ടുണ്ട്, അബി. അവനെയും കൂട്ടി വരാം. ഓക്കേടാ, അത് മതി, ജിത്തു പറഞ്ഞു. ശരിയടാ, എങ്കിൽ അങ്ങനെ ആകട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, നാദ് പറഞ്ഞതും ജിത്തു ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. നാദിന് എന്തായിരിക്കും തന്നോട് പറയാനുള്ളത് എന്ന് ജിത്തു സംശയത്തോടെ ആലോചിച്ചു. മാളുവിൻ്റെ സഹോദരൻ ജിത്തു തന്നെ ആയിരിക്കണമേ എന്ന് നാദും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അവൻ ജിത്തുവിനെ ഫോൺ ചെയ്തിട്ട് തിരികെ മുറിയിലേക്ക് എത്തിയതും നിഷ്കളങ്കമായി ചുരുണ്ടുകൂടി ഉറങ്ങുന്ന മാളുവിനെയാണ് കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. പിന്നെ അവളുടെ നെറുകയിലൊന്ന് തലോടി. അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ പുതപ്പെടുത്ത് പുതപ്പിച്ചു. അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ഉറങ്ങിയില്ലായിരുന്നോ? അവൻ സംശയത്തോട് ചോദിച്ചു. ഒന്ന് മയങ്ങിപ്പോയതാ, ഇച്ചായം വന്നപ്പോൾ അറിഞ്ഞു. അപ്പോൾ ഏതു മയക്കത്തിലും എൻ്റെ സാന്നിധ്യം അറിയും അല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു. അവൻ ചിരിയോടെ പോയി ലൈറ്റ് അണച്ചു. എന്നിട്ട് ടേബിൾ ലൈറ്റ് ഇട്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് കിടന്നു. മാളു, അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ഇങ്ങു വാ,
അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചതും അവൾ അവൻ്റെ അടുത്തേക്ക് കിടന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. മാളു, നമ്മുടെ കുഞ്ഞിന് നീ പേര് വല്ലതും കണ്ടുപിടിച്ചോ? അവൻ സംശയത്തോട് ചോദിച്ചു. ഇല്ല. അവനൊന്ന് മൂളി. ഇച്ചായം കണ്ടുപിടിച്ചോ? ഇല്ലല്ലോ. കണ്ടുപിടിക്കണോ? അവൻ പുരുകം പൊക്കി കുസൃതി ചിരിയോട് ചോദിച്ചു. കണ്ടുപിടിക്ക്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, എൻ്റെ മാളുകൊച്ച ആകെ മാറിയല്ലോ, അവൻ ചിരിയോട് ചോദിച്ചു. അച്ഛൻ്റെ കാര്യം ഓർത്തുള്ള വിഷമമല്ലാതെ എനിക്ക് ഒന്നിനും വിഷമമില്ല ഇച്ചായ. പക്ഷേ അച്ഛനറിയുമ്പോൾ അതോടെ കഴിഞ്ഞെങ്കിൽ സമാധാനമായേനെ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പേടി, അവൾ പേടിയോടെ അവനോട് പറഞ്ഞു. എല്ലാം ശരിയാകും കേട്ടോ. ഇപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നീ ഇങ്ങനെ സങ്കടപ്പെടുന്നതിനും ഇരട്ടി സന്തോഷം നിനക്കുണ്ടാകും, അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. മാളു, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തി. അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ ഇരു കണ്ണുകളും അടച്ച് അവൻ്റെ ചുംബനത്തെ ഏറ്റുവാങ്ങി. അവളുടെ കവിളിൽ രണ്ടു ഭാഗത്തും ചുംബിച്ച അവൻ അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് തന്നെ അവളെ നോക്കി. കവിളിൽ വെച്ചിരുന്ന കയ്യിലെ തള്ളവിരൽ കൊണ്ട് അവൻ അവളുടെ കീഴ്ചുണ്ടിലൊന്ന് തഴുകി. എത്ര ദിവസമായെന്നറിയോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നറിഞ്ഞിട്ട്? അവൻ അതും പറഞ്ഞ് അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൾ പെട്ടെന്ന് അവളുടെ കൈവച്ച് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൻ പതിയെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പതിഞ്ഞതും അവളുടെ ചുണ്ടുകൾ താനെ വിടർന്നു. അവൻ അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും ചുംബിച്ചു തുടങ്ങി. അവൾ ഒരു കൈ അവൻ്റെ ഷർട്ടിലും മറുകൈ ബെഡ്ഷീറ്റിലും പിടിമുറുക്കി. അവൻ അവളെ വേദനിപ്പിക്കാതെ ചുംബിച്ചു. ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകൾ വേർപെടുത്തിയ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ചുംബനങ്ങൾ തീർത്തു. നാവുകൾ അവിടെ കളം വരച്ചു. അവൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. ഇപ്പം മനസ്സിലായില്ലേ, മിനിഞ്ഞാന്ന് തന്ന കിസ് വെറും സാമ്പിളായിരുന്നുവെന്ന്? അവൻ പുരുകം പൊക്കി അവളോട് ചോദിച്ചു. ഇച്ചായ, അവൾ വിളിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പിന്നെ ചുണ്ടിന് മുകളിലും മറ്റും ഉണ്ടായിരുന്ന അവൻ്റെ ഉമിനീരിനെ അവൻ തുടച്ചു കൊടുത്തു. കള്ള നസ്രാണി, അവൾ പതിയെ പറഞ്ഞു. എന്താ? അവൾ പറഞ്ഞത് കേൾക്കാഞ്ഞതും അവൻ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല. അവൾ നിഷ്കു ചമഞ്ഞ് ഒന്നുമില്ലെന്ന് ചുമലനക്കി. അല്ലല്ലോ, ഇപ്പോൾ നീ എന്തോ പറഞ്ഞല്ലോ, സത്യം പറയടി, എന്താ പറഞ്ഞത്? അവൻ കപടദേഷ്യത്തോടെ അവളുടെ കീഴ്ചുണ്ടിൽ ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. പറയാം, എങ്കിൽ പറ, ഇപ്പോൾ നീ എന്താ പറഞ്ഞേ? അത് കള്ള നസ്രാണിയെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? അവൻ വിശ്വസിക്കാൻ വയ്യാതെ ചോദിച്ചു. പോ ചെക്ക, എനിക്ക് ഉറങ്ങണം, അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇത്രയൊക്കെ സംസാരിക്കുമോ? എന്നിട്ടാണോ ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ മൂളിക്കൊണ്ടിരുന്നത്? അത് അന്ന് പേടിച്ചിട്ടാ. എന്നിട്ടിപ്പോഴോ? അവൻ പുരുകം പൊക്കി ചോദിച്ചു. ഇപ്പോൾ പേടിയില്ല, എങ്കിലും ചെറുതായിട്ടുണ്ട്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. എനിക്ക് ഈ മാളുവിനെയാണ് വേണ്ടത്. എന്നോട് കുറുമ്പ് കാണിക്കുന്ന, എന്നോട് ഇതേപോലെ സംസാരിക്കുന്ന എൻ്റെ മാളുവിനെയാണ് എനിക്ക് വേണ്ടത്, അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് അവൾ ചിരിച്ചു. മാളു, ഒന്നുകൂടെ വിളിക്ക്, അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. നേരത്തെ ഇച്ചായനെ വിളിച്ചില്ലേ, അത്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കള്ളനസ്രാണി, അവൾ ചിരിയോടെ തൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചിരിക്കുന്ന അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവനെ വിളിച്ചതും അവൻ ഒരിക്കൽ കൂടി അവളുടെ ചുണ്ടിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു. പിറ്റേന്ന് തൻ്റെ കഴുത്തിടുക്കിലേക്ക് മുഖമമർത്തി കിടക്കുന്ന അവളെ പതിയെ തലേണയിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ എഴുന്നേറ്റു. പിന്നെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചിട്ട് അവൻ ഫ്രഷ് ആകാൻ കയറി. അവൻ കുളിച്ചിട്ടിറങ്ങിയപ്പോൾ അവളെ കട്ടിലിൽ കണ്ടിരുന്നില്ല. അവളുടെ മുറിയിലേക്ക് ഫ്രഷ് ആകാൻ പോയി കാണുമെന്ന് കരുതി അവൻ താഴേക്ക് ഇറങ്ങി ചെന്നു. നാഥ്, മോൾക്കുള്ള ഫുഡൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിപ്പിച്ചേക്കണേ, ഞാൻ കോളേജിലേക്ക് പോകുക. നിങ്ങളാരും വരുന്നില്ലല്ലോ? അവർ സംശയത്തോടെ ചോദിച്ചു. ഇല്ല മമ്മി, നാളെ മുതലല്ലേ മാളുവിനെ നോക്കാൻ ആ ചേച്ചി വരുമെന്ന് പറഞ്ഞത്. അവർ വന്നിട്ട് നാളെ കോളേജിലേക്ക് വരാം. തന്നെയല്ല, ഇന്ന് മാളുവിൻ്റെ കൂട്ടുകാരില്ലേ അഞ്ജുവും അച്ചുവും, അവളുമാർ രണ്ടുപേരും കൂടി മാളുവിനെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇവിടെ വേണ്ടേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് ശരിയാ, പക്ഷേ അഭിയും സിറിലും ഇന്ന് വരുന്നില്ലേ? അവർ സംശയത്തോട് ചോദിച്ചു. അഭി വരുന്നില്ല എന്നാണ് പറഞ്ഞത്, അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് ആരെ കാണാനാണെന്ന് അറിയാലോ. സിറിലിൻ്റെ കാര്യം അറിയില്ല, അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു, നാഥ് സംശയത്തോടെ പറഞ്ഞു.
പറഞ്ഞതുപോലെ അഭയുടെയും അഞ്ജുവിൻ്റെയും കാര്യം എന്തായി? അവൻ വീട്ടിൽ പോയി സംസാരിക്കാനിരിക്കുവല്ലേ? അവർ സംശയത്തോട് ചോദിച്ചു. അതെ, പക്ഷേ അതിനു മുൻപ് അവളോടൊന്ന് പറയണ്ടേ? രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കുന്നതല്ലാതെ ഇതുവരെയും പരസ്പരം ഇഷ്ടം പറഞ്ഞിട്ടില്ല. നാദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതുവരെയും പറഞ്ഞില്ലേ? അവർ സംശയത്തോട് ചോദിച്ചു. ഇല്ല, അതിന് ആ പെണ്ണിനെ ഒറ്റയ്ക്കൊന്ന് കിട്ടണ്ടേ? ഇന്നിവിടെ വരുമ്പോൾ പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ കോളേജിലേക്ക് വരാത്തത്. നാദ് പറഞ്ഞത് കേട്ടതും അവർ പുഞ്ചിരിച്ചു.